നമസ്കാരം, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക്ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. സോസ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ട അരി നമ്മൾ കഴുകി 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഇതുപോലുള്ള നീളമുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ ബസുമതി റൈസ് ആണ്. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള അരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 20 മിനിറ്റിന് ശേഷം അരിയിലെ വെള്ളം കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി അരി വേവിച്ചെടുക്കാൻ ഇതുപോലുള്ള ഒരു വലിയ പാത്രത്തിൽ അരി മുങ്ങിക്കിടക്കാൻ പറ്റുന്ന വിധത്തിൽ വെള്ളമെടുത്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അരി വേവുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കേണ്ടത്. 7-8 മിനിറ്റിനുള്ളിൽ ബസുമതി റൈസ് സാധാരണ കുക്കായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. റൈസ് നമ്മൾ ഇതുപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒടിച്ചു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റൈസിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് നമുക്ക് ഇതുപോലുള്ളൊരു പരന്ന പാത്രത്തിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലും കുറച്ച് റൈസ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായി പരത്തി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മുട്ട നമുക്ക് കുത്തി പൊരിച്ചെടുക്കാം. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി സെയിം പാനിൽ തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇവയെല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വൈറ്റ് സ്പ്രിംഗ് ഓണിയൻ, 1 ടീസ്പൂൺ സെലറി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് ക്യാരറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് ബീൻസും നമ്മൾ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് ക്യാബേജും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് മാഗിയുടെ ലെസ് സോൾട്ട് ചിക്കൻ സ്റ്റോക്കാണ്. 2 ക്യൂബ്സ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്കിൽ സോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസിൽ എക്സ്ട്രാ സോൾട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ സ്റ്റോക്കൊക്കെ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസും റൈസും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം.
നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പോർഷനും 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ സെലറി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്കെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്